കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടിവിയുടെ പ്രിയപ്പെട്ട സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹത്തെ പ്രതി അമ്മയെ ശ്രവിക്കുവാനും അമ്മയോട് ചേർന്ന് ഈശോയുടെ സ്വന്തമാകുവാനുമുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങളെല്ലാവരും ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. ഇത് സ്വർഗം കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് നൽകുന്ന ദൂതാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ശുശ്രൂഷയിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കാരണം സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയെ സ്വർഗം ഈ ലോകത്തിലേക്ക് അയച്ച് തിന്മയ്ക്കെതിരെ പടപൊരുതുവാനും യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനുമുള്ള ദൗത്യവുമായി പരിശുദ്ധ അമ്മ ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ശുശ്രൂഷ സ്വർഗത്തിന് ഏറ്റവും വിലപ്പെട്ട ശുശ്രൂഷയാണെന്ന് നാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ നമ്മളും സ്വർഗം അംഗീകരിക്കുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തെല്ലാം നമ്മൾ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ശുശ്രൂഷയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും ദൈവം നൽകിയ ഇടപെടലുകളാണ്. സ്വർഗത്തിൻ്റെ ദൂത് കർത്താവും പരിശുദ്ധ അമ്മയും പങ്കുവെച്ച് നൽകിയതാണ്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈ മകളുടെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധ അമ്മ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് ആ സന്ദേശം? 1997 നവംബർ മാസം 2-ാം തീയതി പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് നൽകിയ ഈ സന്ദേശം, വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് ജപമാലയാകുന്ന ദിവ്യ ആയുധവുമേന്തി നിങ്ങൾ പടപൊരുതുവിൻ. ജപമാലയിലൂടെ ഞാൻ നയിക്കുന്ന സൈന്യ നിരയിൽ ഉറച്ചു നിൽക്കുവിൻ. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശം. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജപമാലയാകുന്ന ദിവ്യ ആയുധമേന്തി നിങ്ങൾ പടപൊരുതുവിൻ. ജപമാലയിലൂടെ ഞാൻ നയിക്കുന്ന സൈന്യത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ അടിയുറച്ച് ജപമാലയേന്തി പടപൊരുതുവിൻ. എന്താണ് പടപൊരുതാൻ പരിശുദ്ധ അമ്മ പറയുക? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അമ്മ ഇവിടെ പറഞ്ഞു തരുന്നത്. എന്താണ്? നമ്മൾ ഒരു പടപൊരുതലിലാണ് എന്നും. നമ്മളൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ്, തിന്മയ്ക്കെതിരായിട്ടുള്ള യുദ്ധം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ ദിവസവും പരിശുദ്ധം പറയുകയാണ്, നമ്മൾക്ക് ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ ജപമാലയാകുന്ന ദിവ്യായുധവുമായി നമ്മൾ പടപൊരുതണം. പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യം നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പരിശുദ്ധം ആവർത്തിക്കുകയാ ജപമാല കൂടുതലായിട്ട് ഉപയോഗിക്കുവാൻ. കാരണം എന്താണ്? നമുക്ക് തീഷ്ണതയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടെ കേട്ടു അല്പം കഴിയുമ്പോൾ മറ്റു ചെവി കൂടെ കളയുന്നത് കൊണ്ടാണ്. നമ്മൾ ജപമാലയിൽ ആഴപ്പെടുവാനും ജപമാല എന്ന ആയുധമെടുത്ത് ഉപയോഗിക്കുവാനും പലപ്പോഴും പരിശ്രമിക്കുമെങ്കിലും ഏതാനും നാളുകൾ കഴിയുമ്പോൾ ആയുധം താഴെ വയ്ക്കുന്നത് കൊണ്ടാണ്.
ജപമാല എന്ന ആയുധമെടുത്ത് ഉപയോഗിക്കുമ്പോൾ സാത്താന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ പലപ്പോഴും ഇതിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധിയമ്മ കൂടെ കൂടെ നമ്മോട് പറയുക, മക്കളെ, നിന്റെ കയ്യിലുള്ള ഈ ജപമാല നിസ്സാരമല്ല. ജപമാല എന്ന ദിവ്യായുധം ഏറ്റെടുത്ത് പടവരുത്തുവാൻ പരിശുദ്ധമാണ്. ഇത് ദിവ്യായുധമാണ്. ദിവ്യായുധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. പരാജയപ്പെടാത്ത ആയുധമാണ് ജപമാല എന്ന ആയുധം. ഈ ദിവ്യായുധം എടുത്ത് പടവരുത്തുന്ന ക്രൈസ്തവൻ പരാജയപ്പെടില്ല ഈ ആത്മീയ യുദ്ധത്തിൽ എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് പ്രത്യക്ഷപ്പെട്ട് റാണി ചേച്ചിയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർന്ന്, മക്കളെ, എന്താണ്? ജപമാലയിലൂടെ ഞാൻ നയിക്കുന്ന സൈന്യ നിരയിൽ ഉറച്ചു നിൽക്കുക. ജപമാല പ്രാർത്ഥനയിലൂടെ ജപമാല ഭക്തരെ കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് സാത്താനെതിരായി ഒരു സൈന്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതെല്ലാം. നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലി ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഈ കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് രൂപപ്പെടുത്തുന്ന ജപമാല സൈന്യത്തിൽ, പരിശുദ്ധ അമ്മയുടെ സാത്താനെതിരായി പോരാടുവാനുള്ള പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽ നമ്മളും പങ്കാളികളാക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയമാണ് സൈന്യാധിപ. ഈ സൈന്യം പരാജയപ്പെടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 17-ാം തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു. എന്തിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്? വെളിപാടിന്റെ 12-ൽ സാത്താൻ ചെയ്യുന്ന യുദ്ധത്തെ കുറിച്ചാണ്. സാത്താൻ വെളിപാടിന്റെ കന്യകയ്ക്കെതിരായി യുദ്ധം ചെയ്യുവാൻ, വെളിപാടിന്റെ കന്യക നമുക്കറിയാം പരിശുദ്ധ അമ്മയാണ്. ഈ വെളിപാടിന്റെ കന്യകയോട് ചേർന്ന് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടുവെന്ന് വെളിപാട് 12:17 നമുക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കണം, പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകരെ ഇവൻ പരാജയപ്പെടുത്തി കഴിഞ്ഞു. അവളുടെ സന്താനങ്ങളിൽ, പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങൾ ഒരു കാലത്തായിരുന്ന പലരും ഇവന്റെ യുദ്ധത്തിൽ, ആത്മീയ യുദ്ധത്തിൽ അവർ വീണുപോയി. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന, ശേഷിക്കുന്ന ഒരു നല്ലൊരു ഭാഗമുണ്ട്. അവരെങ്ങനെയുള്ളവരാണ്? വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാ. അവർ ദൈവകൽപ്പന കാക്കുന്നവരാണ്. അവർ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ മടിയില്ലാത്തവരാണ്. അവർ അവളുടെ സന്താനങ്ങളാണ്. അവളുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മക്കളാണ്. ഇവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സാത്താൻ പുറപ്പെട്ട് വെളിപാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ തിരിച്ചറിയുകയാ, പരിശുദ്ധ അമ്മ ജപമാല സൈന്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈന്യത്തിൽ അംഗങ്ങളായ നമ്മൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജപമാല ചൊല്ലി ഒരുങ്ങുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ മക്കളെന്ന നിലയിൽ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്ന മക്കൾ അമ്മയുടെ ജപമാലയായ ദിവ്യായുധം ഉപയോഗിച്ച് പടവരുന്ന മക്കൾ പരാജയപ്പെടില്ല. ആ ഉറപ്പാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല സൈന്യത്തിലെ അംഗങ്ങളാകുവാൻ നാം തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മൾ വല്ലപ്പോഴും ഒരു ജപമാലയൊക്കെ ഉറക്കം തൂങ്ങി ചെല്ലിയതുകൊണ്ട് സംതൃപ്തരാകരുത്. പരിശുദ്ധ അമ്മ നൽകുന്ന, സ്വർഗം നൽകുന്ന ജപമാലയെ ദിവ്യായുധം എടുത്ത് ഉപയോഗിക്കുവാൻ പരിശുദ്ധ അമ്മ പറയുമ്പോൾ എത്രമാത്രം ജപമാല ചെല്ലാമോ അത്രമാത്രം ജപമാല ഭക്തിയോടും തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടി ചെല്ലുക. ഉറങ്ങിക്കൊണ്ടും അലസത കൊണ്ടും മടികൊണ്ടും ഒന്നും അല്ല. കാരണം നമ്മൾ യുദ്ധത്തിലാണ്. അലസതയോടെ യുദ്ധം ചെയ്യുന്നവൻ പരാജയപ്പെടുമോ?
ഉറങ്ങിത്തൂങ്ങി യുദ്ധം ചെയ്വൻ പരാജയപ്പെടും. നമ്മൾ വിജയിക്കേണ്ടത് തീഷ്ണതയോട് ഉണർന്നിരുന്ന് യുദ്ധം ചെയ്താണ്. അതാണ് പരിശുദ്ധ മക്കളെ, ജപമാല എന്ന ദിവ്യായുധം ഉപയോഗിച്ച് നിങ്ങൾ പടപൊരുതുവിൻ. ഇന്ന് ലോകത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു സൈന്യത്തെ അമ്മ വാർത്തെടുക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താനെതിരായി പടപൊരുതി വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ള ഏക സൈന്യമാണ് പരിശുദ്ധ അമ്മയുടെ സൈന്യം. ഇനി ഈ സൈന്യത്തിന്റെ പ്രത്യേകത പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നു. പരിശുദ്ധ അമ്മ രൂപപ്പെടുത്തുന്ന സൈന്യം ദിവ്യകാരുണ്യ ഭക്തരായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയില്ലാതെ പരിശുദ്ധ അമ്മയ്ക്കൊരു സൈന്യമില്ല. ഇതാണ് അമ്മ പറയുന്നത്. എൻ്റെ മക്കൾ, ജപമാലയേന്തി പടവരുന്ന എൻ്റെ മക്കൾ, അവരെവിടുന്നാണ് അവരുടെ ഊർജം സ്വീകരിക്കുക? പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്, യേശുക്രിസ്തുവിൽ നിന്നാണ്. അമ്മ പറയുക, മക്കളെ, പരിശുദ്ധ അമ്മയുടെ സൈന്യം അതിന്റെ ഊർജം സ്വീകരിക്കുന്നത് ദിവ്യകാരുണ്യനാഥനിൽ നിന്നാണ്. ദിവ്യകാരുണ്യ ഭക്തരാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സൈന്യത്തിലെ അംഗങ്ങൾ. അത് പരിശുദ്ധമെന്ന് പറയും, മക്കൾ, എൻ്റെ മക്കൾ പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിലെ പടയാളികൾ. അവർ അനുദിനം ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ഊർജവും ശക്തിയും സ്വീകരിച്ച് ജപമാല എന്ന ദിവ്യായുധവുമേന്തി പടവരുന്നവരാ, പരാജയപ്പെടില്ല. പരിശുദ്ധ അമ്മയാണ് സൈന്യാധിപയെങ്കിൽ രാജാവ്, മഹാരാജാവ്, ചക്രവർത്തി യേശുക്രിസ്തു എന്ന ദൈവമാണ്. ചക്രവർത്തി സാത്താനെ പരാജയപ്പെടുത്തി ലോകത്തെ വിജയിച്ച, മരണശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ രാജാതിരാജനായി വാഴുന്ന ദൈവപുത്രനാണ് നമ്മുടെ മഹാരാജാവ്. അവനാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, അവനാണ് നമുക്ക് ഊർജം പകരുന്നത്, അവനാണ് പരിശുദ്ധ അമ്മയുടെ സൈന്യത്തെ നയിക്കുന്ന മഹാരാജാവ്. അവന് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അവൻ ഒരിക്കലും പരാജയപ്പെടാത്ത രാജാവാണ്. അവൻ മരണത്തെ പരാജയപ്പെടുത്തിയവനാണ്. അവൻ സാത്താനെ പരാജയപ്പെടുത്തിയവനാണ്. അവൻ ലോകത്തെ പരാജയപ്പെടുത്തിയവനാണ്. അവൻ സ്വർഗത്തിൽ നിത്യകാലം വസിക്കുന്നവനാണ്. ഈ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട മക്കളായ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് അമ്മയുടെ സൈന്യത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈന്യത്തിലെ അംഗങ്ങളാകുവാൻ പരിശുദ്ധയമ്മ കൂടെ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുകയാ. അണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ സൈന്യം ദിവ്യകാരുണ്യ ഭക്തരായിരിക്കും, ദിവ്യകാരുണ്യത്തിൽ ജീവിതം സമർപ്പിച്ചവരായിരിക്കും, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തിയും ഊർജവും സ്വീകരിക്കുന്നവരായിരിക്കും. അനുദിന വിശുദ്ധ ബലി, ദിവ്യകാരുണ്യ ആരാധന പരിശുദ്ധ അമ്മയുടെ പടയാളികളുടെ മുഖമുദ്രയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, എൻ്റെ മക്കൾ, എൻ്റെ സൈന്യം സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ളൊരു നിമിഷമാണ്. നമ്മ പറയുക, എൻ്റെ സൈന്യം ദിവ്യകാരുണ്യനാഥന്റെ മക്കളാണ്, എൻ്റെ സൈന്യം സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവരാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധം പറയുകയാണ്, അത് നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. രോഗങ്ങളാകാം, പീഡകളാകാം. പ്രിയമുള്ളവരെ, പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 1-2 തിരുലിഖിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന് 1, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. സഹനമാണ്. അനുദിനം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പടയാളിയായി മുന്നോട്ട് പോകുമ്പോൾ, നിനക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ചിന്തിക്കുന്ന ആരെക്കുറിച്ചാ? ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിനെ നീ ആരാധിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം, അവന്റെ കുരിശോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിൽ പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുകയാ, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അടുത്ത വചനം, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ശരീരത്തിൽ രോഗിയായിട്ടുണ്ടെങ്കിൽ ആ രോഗത്തെ ഓർത്ത് വേദനിക്കരുത്. മാരകമായ രോഗം നിന്നെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുണ്ടെങ്കിൽ
വചനത്തിൽ ആശ്രയിക്കുക. ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പാപത്തോട് വിടവാങ്ങുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് തിരിച്ചറിയണം. ഈ ലോകത്തെ അല്പകാലത്തെ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കരുത്. ഈ ലോകത്തിനപ്പുറം നിത്യത്തിലേക്ക് ദൈവം വിളിക്കുമ്പോൾ പോകാൻ തയ്യാറായിരിക്കുക. ഇനിയും ജീവിതം നീട്ടി 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 കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചാൽ തീർച്ചയായും നടക്കട്ടെ. ഇല്ലെങ്കിൽ തയ്യാറായിരിക്കുക. എപ്പോഴും ദൈവസന്നിധിയിൽ എത്തപ്പെടുവാൻ തയ്യാറായിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തയ്യാറെടുപ്പോട് കൂടി വേണം നമ്മൾ ജീവിക്കുവാൻ. പ്രിയമുള്ള, ചിലപ്പോൾ നമ്മുടെ പ്രായമായ ചില സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ, അവരെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുക്കണം. ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടാൻ നമ്മൾ അവരെ അനുവദിക്കണം. നമ്മൾ അയ്യോ 90 വയസ്സായ അപ്പച്ചൻ, അല്ലെ 80 82 വയസ്സായ, അല്ലെ പ്രായമായവർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ സന്തോഷത്തോടുകൂടി അവരെ നമ്മൾ പറഞ്ഞയക്കണം, പ്രാർത്ഥനയിൽ പറഞ്ഞയക്കണം. പ്രായമായ അപ്പച്ചൻ പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ മക്കളായ നമ്മൾ തീർച്ചയായും നമുക്ക് വേദനയുണ്ട്. നമ്മൾ അവർക്ക് ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യണം, ആശുപത്രി കൊണ്ടുപോകണം, ചികിത്സിക്കണം. എങ്കിലും അവർ ദൈവം ഈ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുന്ന സമയമായി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അവരെ പ്രാർത്ഥിച്ചൊരുക്കുക. നമ്മൾ ഒരുങ്ങണം. ഇത്രയും നാളും ദൈവം നമ്മോട് കൂടെ ചേർത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഒരു ദൈവസ്ഥനിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായും ദുഃഖമുണ്ട്, വിഷമുണ്ട്. എങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ ഇപ്രകാരമാ, എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി, എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരൻ സഹോദരി ദൈവസന്നിധിയിലേക്കാ പോകുന്നത്. അവർ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മരണത്തെ കാണുവാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളുമൊക്കെ എത്തിച്ചേരേണ്ട തമ്പുരാന്റെ സന്നിധിയിലേക്കുള്ള യാത്രയല്ലേ മരണം. പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിലെ അംഗങ്ങളാകും നമ്മളെല്ലാവരും ദിവികാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറരുത്. ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക. തീർച്ചയായും പ്രാർത്ഥിക്കുക. ദൈവഹിതമാണെങ്കിൽ സൗഖ്യം ലഭിക്കട്ടെ. ഇല്ല, ഈ സഹനത്തിലൂടെ അപ്പുറത്ത് ദൈവം എന്നെ ദൈവസന്നിധിയിൽ വിളിക്കുകയാണെങ്കിൽ തയ്യാറെടുക്കുക, ഒരുങ്ങുക. ഈ ലോകത്തെ ജീവിതം അല്പകാലമേ ഉള്ളൂവെന്ന് നമുക്കറിയാമല്ലോ. നിത്യതയിലേക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഹ്രസ്വകാലത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക. അത് പ്രായപരിധികളില്ല. ദൈവം എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറായി ജീവിക്കുക. ഇപ്രകാരമുള്ള പരിശുദ്ധ അമ്മയുടെ മക്കൾ തയ്യാറെടുക്കേണ്ട അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു തരിക. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ ലാളിത്യമുള്ളവരായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ മുഖമുദ്രയാണ് ലാളിത്യം, എളിമ. അമ്മ പറയുക, എളിമയുള്ള മക്കളെ തിന്മയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. എളിമയുള്ള മക്കളെ പിശാച് കീഴ്പ്പെടുത്തുകയില്ല. കാരണം അവന് എളിമയുള്ളവരെ ഭയമാണ്. അമ്മ പറയുക, ലാളിത്യമുള്ളവരെ, എളിമയുള്ളവരെ തിന്മയ്ക്ക് ഭയമാണ്. പരിശുദ്ധ അമ്മയെ അവൻ ഭയക്കാനുള്ള കാരണം അതാണ്. അമ്മയ്ക്ക് എളിമയുണ്ട്. അതുകൊണ്ട് സാത്താൻ പരിശുദ്ധ അമ്മയെ ഭയപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ മക്കൾ, അമ്മയുടെ സൈന്യത്തിലെ പടയാളികളായ നമ്മൾ ലാളിത്യത്തിൽ ജീവിക്കണം. ആർഭാടത്തിലല്ല, എളിമയിൽ ജീവിക്കണം, അഹങ്കാരത്തിലല്ല. ഇതാണ് അമ്മ പറഞ്ഞു തരിക. പ്രിയമുള്ളവർ, പലപ്പോഴും അഹങ്കാരം നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന സമയമുണ്ട്. ഞാൻ പറയുന്നത് നടക്കണം, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, മറ്റുള്ളവർ ഈ രീതിയിൽ പോകണം എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയോടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളുണ്ട്. പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുലിഖിതങ്ങൾ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുകയാണ്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ പോയി ചാടും. പറയുമുള്ളവരെ, ഇന്ന് നമ്മുടെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക പലരും നിർബന്ധ ബുദ്ധിയാണ്. ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. ചിലർ സാഹസ ബുദ്ധി, ചില വ്യക്തിബന്ധങ്ങളുടെ പുറകെയൊക്കെ പോകുമ്പോൾ സാഹസമാണ്. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, എവിടെയോ കണ്ട ഒരു ചെറുക്കം മതി, ഒരു പെണ്ണ് മതി. എത്ര യുവജനങ്ങളാണ് സാഹസ ബുദ്ധിയിൽ മുന്നോട്ട് പോകുക. വചനം പഠിപ്പിക്കുകയാ, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ പോയി ചാടും.
എളിമയോടുകൂടി ലാളിത്യത്തോടു കൂടി തമ്പുരാന്റെ ശക്തമായ കരങ്ങൾ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ നിന്നെ ദൈവം ഉയർത്തും. പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 7-8 തിരുലിഖിതങ്ങൾ 5-6 തിരുലിഖിതങ്ങൾ മുന്നോട്ടുള്ള വചനം നമ്മെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാ: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്കതായ സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പരിശുദ്ധ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. ഈ ദൈവവചനമാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് എളിമയോടെ നിൽക്കുക, താഴ്മയോടെ നിൽക്കുക. തക്കതായ സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തുടർന്ന് വചനം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധം ഇത് പറഞ്ഞു തരുന്നത്? അതിന് കാരണമുണ്ട്. തുടർന്നുള്ള വചനം പഠിപ്പിക്കുകയാണ്: നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു. അഹങ്കാരികൾ വഴിതെറ്റിപ്പോകും, നിർബന്ധ ബുദ്ധിക്കാർ വഴിതെറ്റിപ്പോകും. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്, പിശാച് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ എളിമയോടുകൂടി ലാളിത്യത്തോടുകൂടി സ്വർഗത്തിന്റെ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. പിന്നെ ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ സന്ദേശമല്ല. എന്റെ പരിശുദ്ധ അമ്മ ഒരു അപകടകരമായ ഒരു കാര്യം പറഞ്ഞു തരുന്നു. അമ്മ പറഞ്ഞു, മക്കളെ, ഈ ലോകത്ത് കപടത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചന ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് കപടത? മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നല്ല പിള്ള, അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഞാൻ വേറെ ആരെങ്കിലും. ഇന്ന് പലപ്പോഴും വ്യക്തിബന്ധങ്ങളിലൊക്കെ കാണുന്ന ഇപ്രകാരമാണ്: ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ ചിരിക്കുന്നു, കളിക്കുന്നു, വളരെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് നമ്മൾ കാണിക്കുന്നു. എന്നാൽ അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് ഇദ്ദേഹത്തെ താറടിച്ച് കാണിക്കുന്നു. എത്രമാത്രം അനുഭവങ്ങളുണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ. ഈ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യനാകാം, എങ്കിലും എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ കപടതയോടുകൂടി പ്രവർത്തിക്കുന്ന മക്കൾ, പരിശുദ്ധം പറഞ്ഞറിയ വഞ്ചന ഈ ലോകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ സാത്താന്റെ ക്രമീകരണങ്ങളാണ്. സത്യസന്ധതയില്ലാത്ത മക്കൾ, കപടതയിൽ ജീവിക്കുന്ന മക്കൾ, വഞ്ചനയിൽ കഴിയുന്ന മക്കൾ, പരിശുദ്ധ അമ്മ റാഞ്ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരെല്ലാം സാത്താന്റെ കൂടാരത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുന്ന മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ കപടത, വഞ്ചന, അഹങ്കാരം, നിർബന്ധ ബുദ്ധി, ഇവരെല്ലാം സാത്താന്റെ കൂടാരത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മ പറയുക, സാത്താന്റെ കൂടാരത്തിലേക്ക് നീ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ അറിയില്ല എന്താണ് സംഭവിക്കുക. അവൻ നിന്നെ മുഴുവനും കൊണ്ടുപോകും. അമ്മ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അമ്മ വീണ്ടും പറയും, മക്കളെ, നിങ്ങൾ കപടത കളയണം, വഞ്ചന കളയണം, നിങ്ങൾ സത്യസന്ധരായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളൊന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ കപടതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? ഏതെങ്കിലും വ്യക്തിയുടെ മുമ്പിൽ പോയി അവനെ പുകഴ്ത്തി അവളെ പുകഴ്ത്തി നല്ല കാര്യം പറഞ്ഞിട്ട് മാറി നിന്ന് പുറകിൽ നിന്ന് ചവിട്ടുന്ന ഒരു രീതി എനിക്കുണ്ടോ? പരിശോധിക്കണം. അത് സാത്താന്റെ കൂടാരത്തിലേക്ക് ഞാൻ നടന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവായി പരിശുദ്ധം പറഞ്ഞു തരികയാണ്. സത്യസന്ധത അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കപടത, വഞ്ചന തിന്മയുടെ സൈന്യത്തിന്റെ അടയാളമാണ്. അതിന് പരിശുദ്ധ അമ്മ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുക, മക്കളെ, നിങ്ങൾ സ്വർഗം ഒരുക്കിയിരിക്കുന്ന എൻ്റെ ജപമാല സൈന്യത്തിൽ അംഗങ്ങളായി ജപമാല സൈന്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന പരിശുദ്ധ ഞാൻ പറയാം. അനേകർ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഒരുപാട് പുസ്തകം നമുക്ക് പറഞ്ഞു തന്നു. ദൈവകൽപ്പന കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടു, സാത്താൻ പുറപ്പെട്ടു. അവളുടെ സന്താനങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു, പലരും പരാജയപ്പെട്ടു. ഇനി അവശേഷിക്കുന്നവരെ കൂടെ വീണ്ടെടുക്കുവാനാണ് തിന്മ പറയുക. അവൻ വിജയിക്കില്ല. അന്തിമ വിജയം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിനുമാണെന്നുള്ള ഉറപ്പ് പരിശുദ്ധ അമ്മ നൽകുകയാണ്.
സാത്താൻ്റെ കൂടാരത്തിലേക്കുള്ള കാൽവയ്പ്പുകൾ നമ്മൾ തിരിച്ചെടുക്കണം. പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇത് അനുദിന യുദ്ധമാണ് സഹോദരങ്ങളെ, ഇത് ആത്മീയ യുദ്ധമാണ്. വീണ്ടും പരിശുദ്ധ അമ്മ അവസാനമായി പരിശുദ്ധ അമ്മയുടെ മറ്റൊരു സന്ദേശം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്താൽ മുദ്രിതമായ മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുതേ എന്ന്. വിശ്വാസത്തിൽ മുദ്രിതമായ മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലയിടത്തും കേൾക്കുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലമില്ല, ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറയുന്ന സമൂഹങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ പറയുക, മക്കളെ, ഇത് നിങ്ങൾ വിശ്വസിക്കണം. ശുദ്ധീകരണ സ്ഥലം ഉണ്ട് ഉണ്ട് ഉണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാ. അമ്മ പറയുക, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനസാക്ഷിയോടെ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നിസ്സാര കാര്യമല്ല. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ എത്തപ്പെടേണ്ട സ്ഥലമാണ്. അവിടെ കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ പറയുക, അവർ നിസ്സഹായരാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്കേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മ കൂട്ടിച്ചേർക്കാം, മക്കളെ, നിങ്ങൾ എൻ്റെ സൈന്യത്തിലെ അംഗങ്ങളാണ് എങ്കിൽ നിങ്ങൾ വിശുദ്ധ ബലിയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ജപമാലയാകുന്ന ആയുധം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ പരിഹാരം ചെയ്യണം, ത്യാഗം ചെയ്യണം, നിങ്ങൾ ഉപവസിക്കണം. ഏതൊക്കെ രീതിയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാക്കളെ സഹായിക്കാൻ സാധിക്കും അതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ സൈന്യത്തിൽ അംഗങ്ങളായ നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൽ പൊൻകിരണങ്ങളായി പ്രശോഭിക്കും. നിത്യവിശ്രാന്തി അനുഭവിച്ച് നിങ്ങൾ സ്വർഗത്തിന്റെ പരമാനന്ദത്തിൽ പൊൻകിരണങ്ങളായി പ്രശോഭിക്കും. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം പ്രതിഷ്ഠപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും. എന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്ത് അതിലേക്ക് എത്തപ്പെടാത്ത ഒരു ആത്മീയ അവസ്ഥയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരണത്തിൽ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ പലരും ശുദ്ധീകരണത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അമ്മ പറയുക, നിങ്ങൾ അവരെ മറക്കരുത്. അത് വലിയ സഹനമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ബലിയർപ്പണം, നിങ്ങളുടെ ജപമാല, നിങ്ങളുടെ ത്യാഗം, പരോപകാരം, പരിഹാരം അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നെഞ്ചോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽ പങ്കാളികളാകുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി സാത്താന്റെ കൂടാരത്തിലേക്കുള്ള ഏതെങ്കിലും കാൽവയ്പ്പുകൾ ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ സ്നേഹത്തെ പിൻവലിച്ചുകൊണ്ട് സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുവാൻ അവന്റെ ഈ ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ജപമാല എന്ന ദിവ്യ ആയുധം കൊണ്ട് പടപെരുതി പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിലെ ഒരു പടയാളിയായി ദിവികാരുണ്യ നാഥനിൽ നിന്ന് ഊർജം സ്വീകരിച്ച് സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിന്റെ സ്വന്തമാകുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൽ നമുക്ക് നേടിയെടുക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.